അനുഗ്രഹവും കരുണയും രണ്ട് ലോകങ്ങളിലേക്കും ചൊരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയും പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോട് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. സ്തുതിയിൻ കനിവിനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞിൽ നിന്നും കാണുന്നു നിന്ദാനം. നിനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. ഇതമോടുമറിയാം ഗ്രഹമതിൽ നസറേത്തിൽ ചൊല്ലിത നിന്നോട് കൂടെ കർത്താവേ, മന്നിടമഖിലം പാലിപ്പോ. ചെയ്തർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിയിടുന്നു. ബലിതു സ്വീകൃതമാകേണമേ.
Mariam dileto Yohanon damendo Hananahualo Mavisoni Halova Israha Melan മാതാ പരിശുദ്ധന്മാർത്തൻ പ്രാർത്ഥനയാൽ കൃപ ചെയ്യുക. സ്വർഗപിതാവിന്റെ സുതൻ വചനമതാമൃതിരഹിതം നീ നാദാരഭവേ ദേവാനി സ്തുതി പാടി പുകഴ്ത്തിടാം ഞാൻ. കൃപയാൽ നീ മനുകുലമഖിലം രക്ഷയ്ക്കും ജീവനുമായി വന്നോ നീയേ. മഹിമയേറും പരിപാലകന്യാ ദൈവജനനി മറിയാമിൽ നിന്നൊരുവൻ ജഡമേറ്റോ നീയേ. ഭേദമദന്യേ മനുജനുമായി നീ മിശിഹാനാഥ ഞങ്ങൾക്കായി നീ ക്രൂശിതനായി. തവ മൃതിയാൽ നീഹരിച്ചോടി അതിപാവനമാം ത്രിത്വത്തിൽ ഒരുവൻ നീയേ. താതനോടും തൻ റൂഹായോടും ഒരുപോൽ ആരാധ്യൻ സ്തുത്യനുമായി നാഥാ ഇവമേ. കൃപ തോന്നേണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി. ശേഷം ദൈവത്താൽ പ്രീതരായ സ്നേഹന്മാർ പോയി. ജാതികളിടയിൽ ഭൂതല സീമയോളം നല്ലവൻ കേറിയോ. ജാതികളിടയിൽ ഭൂതല സീമയോളം നല്ലവൻ കേറിയോ. കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും ബാരിക്കുമോ. സ്നേഹന്മാരുടെ സ്തുതി, അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വാത്സല്യമുള്ളവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്നും ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപനിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളാരും വഴിതെറ്റാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാചാതി മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്.
ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. ബാരിക്കുമോ. ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താഴേക്കും സബദൻ ശാപം. പൗലോസ് സ്നേഹാധന്യൻ കേട്ടേനി ദൈവം പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്, പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. പാർക്കുമോ. നമ്മുടെ ഭാഗവായിക്കപ്പെടുന്ന കർത്താവേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ.
ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ദൈവം നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായ അവനെ സ്തുതിക്കണം. നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആ ദിവസങ്ങളിൽ മറിയം യോഗ്യതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവിടുത്തെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോ ചെന്നും നിന്നോർമ്മ മാനേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. വിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മറിയം എലിശുബ പുണ്യവതിയെ സന്ദർശിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ സന്തോഷം തരുന്ന ഒരു സാഹചര്യത്തിലൂടെ 2 സ്ത്രീകൾ കടന്നു പോകുമ്പോൾ അതിനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ച് സന്തോഷിക്കുവാനുള്ളൊരവസരമാണ് ദൈവം നമുക്ക് നൽകുക. ഈ ഒരു സുവിശേഷ ഭാഗത്ത് ധാരാളം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം, ലൂക്കാ സുവിശേഷകൻ്റെ ദൈവശാസ്ത്രമനുസരിച്ച് എന്തിനാണ് മറിയം എലിശുബായെ കാണാൻ പോയത്?
രണ്ട് കാര്യങ്ങളാണ് പ്രതിപാദിക്കുക. ഒന്ന്, എലിശുബായിക്ക് ദൈവം കൊടുത്ത നന്മ, അനുഗ്രഹം കാണണം. അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ 37-ാം തിരുവചനത്തിൽ ദൂതൻ മറിയത്തോട് പറഞ്ഞത്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്നി എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അസാധ്യമായൊരു കാര്യം ദൈവത്തിലൂടെ സാധ്യമായി തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ചാർച്ചക്കാരിയിൽ എന്നറിയുന്ന മറിയം തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മറിയത്തിൻ്റെ തിടുക്കത്തിൻ്റെ ഒന്നാമത്തെ കാരണം, എൻ്റെ ചാർച്ചക്കാർക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ദൈവം നന്മ കൊടുക്കുമ്പോൾ, അനുഗ്രഹം കൊടുക്കുമ്പോൾ അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമതായിട്ട്, സക്രിയ പുരോഹിതൻ എന്ന വൃദ്ധനായ മനുഷ്യന് എലിശുബ എന്ന പ്രായമായ ഗർഭിണിയായ സ്ത്രീയെ പരിചരിക്കുക സാധ്യമല്ല. അവൾക്ക് വേണ്ടതൊരു സ്ത്രീയുടെ പരിചരണമാണെന്ന് മനസ്സിലാക്കി അവൾ എലിശുബായോടുകൂടെ 3 മാസക്കാലം താമസിച്ചു. പിന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങി. മറിയത്തിൻ്റെ തിടുക്കത്തിൻ്റെ രണ്ടാമത്തെ കാരണം, എൻ്റെ സഹായം ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരുടെ കൂടെ ആയിരുന്ന് അവരെ സഹായിക്കുക എന്നതാണ് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇപ്പം 2 കാര്യങ്ങൾക്കാണ് മറിയം തിടുക്കം കൂട്ടിയത്. പലപ്പോഴും ഈ ലോകത്ത് ഞാനും നിങ്ങളും വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി തിടുക്കം കൂട്ടുകയും ധൃതി വയ്ക്കുകയും ചെയ്യുമ്പോൾ, മറിയം തിടുക്കം കൂട്ടിയത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മനുഷ്യന് നന്മ ചെയ്യുവാനും. അതുകൊണ്ടാണ് മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ വച്ച് സ്തോത്രഗീതം ആലപിച്ചത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ കാര്യം ലൂക്കാ സുവിശേഷകൻ പറയുന്നത്. രണ്ടാമത്, ഇതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. സക്രിയ ദേവാലയത്തിൽ ധൂപമർപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടെ നിൽക്കുന്ന സക്രിയായോട് ദൈവം പറയുന്നൊരു, ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നൊരു വചനമുണ്ട്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്തിൻ്റെ കാതിൽ പതിച്ചപ്പോൾ അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അവൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയാണ്. എങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ആത്മാവിനെ സ്വീകരിച്ചത്? മറിയത്തിൻ്റെ അധരത്തിൽ നിന്ന് വന്ന സ്തുതി ഗീതം കേട്ടിട്ട് എലിസബത്തിൻ്റെ കാതിലൂടെ ഉദരത്തിലെ കുഞ്ഞിലേക്ക് ആത്മാവ് വർഷിക്കപ്പെട്ടു. ആണ് ഇതിന് വചനത്തിൻ്റെ പൂർത്തീകരണം. അതിനുവേണ്ടിയാണ് മറിയത്തിനെ ദൈവം എലിസബത്തിൻ്റെ ഭവനത്തിലെത്തിച്ചത്. ഇനി മൂന്നാമതായിട്ട്, ഇതൊരു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, മറിയത്തിന് നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട്, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ് മറിയം. കാരണം പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിനകത്ത് 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അഹ്റോൻ്റെ തളിർത്ത വടിയും മന്ന വെച്ചിരുന്ന ചെപ്പും മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമത്തിൻ്റെ ഫലകകളും. ഇത് 3ഉം ചേർത്ത് വെച്ചാണ് അവർ ദൈവ സാന്നിധ്യമെന്ന് കണ്ടുകൊണ്ട്, അതിനെ വിശുദ്ധ വസ്തുവായി കണ്ടുകൊണ്ട്, അതിനെ ആരാധിച്ച് തങ്ങൾ പോകുന്നിടങ്ങളിൽ ഈ വാഗ്ദാന പേടകവും പേറിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. തങ്ങളുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം, ദൈവത്തിൽ നിന്ന് കിട്ടിയ 3 കാര്യങ്ങൾ: അഹ്റോൻ്റെ തളിർത്ത വടി, മന്ന വെച്ചിരിക്കുന്ന ചെപ്പ്, അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൻ്റെ നിയമപ്പലകകൾ. ഇവിടെ പുതിയ നിയമത്തിൻ്റെ മന്നായായ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ, സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ പുതിയ കൽപ്പനയാകുന്ന എല്ലാ കൽപ്പനകളുടെയും പൂർത്തീകരണമായ ക്രിസ്തുവിനെ, നിത്യപുരോഹിതനായ അഹറോനെ സൂചിപ്പിക്കുന്ന നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ടാണ്, ഇത് 3ഉം ഒരാളിൽ പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് മറിയത്തെ
മന്ന വഹിക്കുന്ന പേടകമായി, നിത്യാചാര്യനെ വഹിക്കുന്ന പേടകമായി, സകല നിയമത്തിൻ്റെയും പൂർത്തീകരണമായ സ്നേഹത്തിൻ്റെ അടയാളമായ ക്രിസ്തുവിനെ വഹിച്ചതുകൊണ്ട് വാഗ്ദാന പേടകമേ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, വാഗ്ദാന പേടകം കണ്ടപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? നഗ്നനായി നൃത്തം വെച്ചു. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന മറിയത്തെ കണ്ടിട്ട് ദാവീദിനെ പോലെ ഉദരത്തിൽ യോഹന്നാൻ നൃത്തം വെച്ചു എന്നാണ് പറയുന്നത്. തുള്ളിച്ചാടി, സന്തോഷത്തോടെ എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടിയെന്ന് എലിസബത്ത് മറിയത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, ഫിലിസ്തീനിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുവന്ന വാഗ്ദാന പേടകം തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാതെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ 3 മാസക്കാലം ദാവീദ് രാജാവ് വെച്ചു. അതിനുശേഷമാണ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ഇവിടെ 3 മാസക്കാലം എലിസബത്തിൻ്റെ ഭവനത്തിൽ മറിയം വാഗ്ദാന പേടകം വസിച്ചതിന് ശേഷമാണ് തൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയത്. ഈ 3 കാര്യങ്ങളാണ്. 1, എന്തിനും മറിയം തിടുക്കം കൂട്ടി. 2, ഈ സുവിശേഷ ഭാഗത്തെ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവവചനം. 3, പഴയ നിയമത്തിൻ്റെ നിഴലിനെ പുതിയ നിയമത്തിലെ പൊരുളായി അവതരിപ്പിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ നല്ല കാര്യങ്ങൾക്ക് തിടുക്കമുള്ളവരാകാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തിടുക്കം കൂട്ടാം. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും വീഴ്ചയും മനസ്സരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുന്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹനിയോമോ സ്വതുഹായേ ലവൽമീ. ബാരിക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളെയും മായ്ച്ച് ഉത്തമനേ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലമരിച്ചവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആത്മയുടെയും അനിവഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ.
എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ യാചനകളും നീ കൈക്കൊള്ളണമേ. നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം നാട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമയിടയനേ, നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്ദ്യഭൂഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപ്യന്മാരുടെയും പരിശുദ്ധനെന്ന് കീർത്തിക്കുന്ന ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കിടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. ഭാവികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവനിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവീയ ധർമ്മത്തിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവിന്റെ ശുശ്രൂഷകളെയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നാലുഹനഗാബേൽ ഹുസോയോ ദുഹബേവൽ സുബകോനോ ദതോഹേ ബദ്രയുൻ മലഓലം വൽമീ. ഏനോ അബ്ദോ മഹിലോ അത്തോയോ നിയുനിമാ കാദീ ആദോ കാദിശോ കാദീ ബ്രോ കാദിശോ കാദീ റുഹുആയോ കാദിശോ ദമകാദേ ലിബ്രമദ ആതോയേ അബ്ദേ കാദ് ഹോയേ തു മസ്റഹാം ലബിസോസാൻ ലബിസോസോ ദഹാൻ വദറാബോനാൻ വദമൽപോനാൻ വദാനിദാ വദകുലുഹനാനി ദമഖൈംദേ ഗൽദദൈതോ ദിലോ കാദിസോ അത്രയും ബലവോലും
ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയിലെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ച ശിശുരാത്തവനും സാരാംശപിതാവിനോട് സമത്വമുള്ളവനും സർവശക്തിയുമായവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ മറിയാമിൽ ശരിയായ തീരുമാനമായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സാപ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനോടെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോദത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യസമൂലത്തിനും ഏകോപമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്നേഹന്മാരും സംസാരിച്ചതുമായി ജീവനും കാതലിയവും സ്നേഹിയവും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനം മാമോദീസ എന്ന് പറഞ്ഞ് മരിച്ചുപോയവരും വരുവാനിരുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടം സമയമിതാ, മോചിക്കും നാഴിക ഇതുതാ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകനാഥനും പരിശുദ്ധ റൂഹായിക്കെപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യമുള്ളവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ, കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും
ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കരുണയുള്ള കർത്താവിനുമാകെ നാം തലകുനിക്കണം. ഞങ്ങളെ കർത്താവായ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തല ഉലച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്ക് എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കുമ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർഹിമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വശികാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുഹിത പ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ
നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമാ നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം മുൽമീ. അപ്രകാരം താഴത്തിനു ശേഷം വീഞ്ഞു വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം ആകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം മുൽമീ. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുമെന്ന് കർത്താവ് തന്റെ ശ്ലീഹന്മാരോട് കൽപ്പിച്ചരുളി ചെയ്തു. നിൻമൃതി ഞങ്ങൾ ഓർത്തുദ്ധാനത്തെ ഏറ്റോടി നിൻ രണ്ടാം ആഗമനം കാക്കുന്നു. വാഴ്വരുളുക ഞങ്ങൾക്കായി നീ. കർത്താവേ, നിന്റെ സമരക്ഷാകരമായ നിന്റെ സ്ഥല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കുന്നവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംപ്രയോജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസു നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നോട് ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ബാരിക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവിനോടുത്തരവരുളയണമേ, കർത്താവിനോടുത്തരവരുളയണമേ, കർത്താവിനോടുത്തരവരുളി ദേതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. പരിശുദ്ധാത്മാവിയപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനീ കസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ നിങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും പരിശുദ്ധമാവുകയും ഞങ്ങൾ നിത്യജീവനാവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ നാലു പാലുമുള്ള ദൈവത്തിൻ്റെ സോളെ വീച്ചു വരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറൻ ബോബിസലിയോസ് ക്ലീമീസ് കാതലിക്ക ബാവായ്ക്ക് വേണ്ടിയും ആബൂന്തയോടിയൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശിഷന്മാർ മുതലാർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലെ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തെന്നാൽ നീ ബലികൾ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന മനസ്സുള്ളവരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെ ശത്രുക്കളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യമതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ, സ്നേഹന്മാർ, പ്രസംഗർ, ഏവങ്കരസ്ഥന്മാർ, സഹതയന്മാർ, മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിലെ ഏകപുത്രനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് ഓർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സോടാകുകയും അറിവോടും അറിവോടാകുകയും തിരുമുമ്പിൽ ഞങ്ങൾ അവരോട് ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഓർക്കുന്ന ഈ പാപമോചകനായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യമായ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സ്ഥലത്തിലും എന്ന പ്രകാരത്തിൽ എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകണമേ. ഇരിക്കുകയും തലമുറ തലമുറയായി
കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം കോറിയേലൈസോ. കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനാ ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നീ നിർമ്മലമാക്കണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതലപ്പോൾ നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനോദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ബാറയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിനുമാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ദൃശ്യമായി നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. എൻ്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോട് പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ എല്ലാ പൈശാചി ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. തെഹുവേ തൈബൂസോറഹുമേ, വിശുദ്ധിയും മാത്രമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണയും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമായ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാസഹനത്താൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദിമുതലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുരന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോർ ഒന്നിച്ചേകുമവർക്കാശ്വാസം സ്വപുത്രൻ ദൈവം മുറിയോ
നരകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കായി പ്രതിഗ്രഹവും ഭാരിക്കുമോ മൂലം മാതാവൽ മൂലം ഉൾമീനാമി കബുകൾത്തും ഭാജനമേ നിരുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിലലിവാതൻ പക്കലപേക്ഷയാണ് കേണം സ്തോമൻ കാലസ്കുരിയിലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിടുകോട്ട പാലിക്കുമോ ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപച്ചുരുൾ വായുയരുന്നു മുറിയോരാകെ അലയിലുവാതായി നിരസിക്കരുതേ മാതാവേ കായുള്ളതനീ ഏകാത്മജനോടത്തിക്കാം ഞങ്ങളിലാകൃതത്തോ നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവല്ലവനോന്റെ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ ശുഭഹോലാബോലബറോൽ റൂഹോ കാദീശോ മൂലം വാദാമൽ മൂലം ഉൽമീനാമി ഒരു പോലിംഗം മാർത്തായേലിശുഭ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലസ്കുരിയിലായിസോ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദീനെ ഭാരിക്കുമോ ശുഭഹോലാബോലബറോൽ റൂഹോ കാദീശോ മിശിഹായെ കാൺമാൻ സഹദീരാശിച്ചു വാലാചിറകേന്തി ഉന്നത പദമേറി മുറിയോരാകെ മലയിലുവാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വഴികളെയും മായി മക്കളിൽ
അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നടുവിടെ താഴ്ന്നോ, ഹല്ലേലൂയ. പൂക്കുന്നൊരു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. സുബ്ഹോല ബോലബ്റോവൽ റൂഹോ കാദീസോ. മിൻമോലം വാദാവൽ ഓലം വൽ മീനാമീ. ശരണത്താലേ നിൻ കൃപയിൽ മരണമൊഴിഞ്ഞൊരു ദാസേരനിൻ ജീവാസ്വരമരുളർത്തണമേ. കവറീണം പരദീസായ്ക്കായി സ്തോമൻ കാലോസ് കുരിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേറുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നീ അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിൻ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്യുമോ. പാലോളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങക്കിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താൻ തന്നരുളിന് മഹത്വം മുറിയോരാഹി മേലയിലോ ആധാരേ. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോ ഞാൻ. മൃദരം കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകളെ സ്തുതി. ഹല്ലേലൂയ. men madbaho mkhasiyono nemususoyo labdak baraloho. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, നിന്റെ പാപപരിഹാരദായകമായി ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുവാറാകണമേ. ഞങ്ങളുടെ ദൈവമേ, ദൃശ്യമായി നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകിൽ നമുക്ക് പ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവം നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവം തമ്പുരാന്റെ കൃപ ഈ വിശുദ്ധതകളെ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം പരിശ്രമിച്ച് സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലേക്കും ചൊരിയപ്പെടുവാറാകണമേ. നാഥ കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമുത്തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി,
മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടുത്തവർ നോക്കുകിലേറിയും നോടനെ, അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. ഇരുതിപുത്രരഹസ്യങ്ങളോ ഭിന്നവരീടയിൽ ഈശായാനാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കുന്നു. ദൈവത്തിൻ മടിയിലിരിപ്പുരഹസ്യങ്ങളിവ ഏവം മേശയിലാനാന്യർക്കായി വാങ്ങിക്കുന്നു. ക്രൂബീന്മാരുടെ പേരതുപോലെ സ്ഥിരമീ മദ്വഹാ, സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലീവിടെ, കൈകളിലാതാ മക്കളെടുത്ത ഘോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിമണേണ്ടും നോർക്കാൻ പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. മാനവരിടയിൽ സൂര്യോദോഷം പാടുണ്ടെങ്കിൽ മാനുഷസുതരോടാൻ ക്രൂബീന്മാർ ഉന്നതദൂനം. കുരിശിപ്പാന സുതരേ സെയ്യോ നാട്ടിമരത്തെ, കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ, ഇവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു. ഇസഹാക്കിന്റെ കേട്ടുകളെ ചെയ്തേച്ചതുമാവിടെ, തന്റെ ചമാനം തന്ദിവ്യരഹ സെങ്ങലയേവം താങ്കൈ കൊണ്ടുവലം കൈയാലെ ജീവനദായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിയിടും പട്ടക്കാരാ വന്നിടുക സമാധാനത്താലേ. അമലമതാം ധൂപത്തിൻ കലശത്തെ കൈക്കൊണ്ട്
ദൈവത്തിനുയരത്തിൽ തൻ മാതാവിൻ നുന്നതിയം മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാകാം ഹല്ലേലൂയ ഹല്ലേലൂയ സുബഹോലോകുമോറാ സുബഹോലോകുമോറാ സുബഹോലോ മോറൻ വാലോഹ ഞങ്ങൾ ഭക്ഷിച്ചതായ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമാമി തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ഞങ്ങളുടെ പ്രതികാരത്തിനോ ആയി തീരരുതേ. നീയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാഗിലമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ദൈവികമാനവരെന്നിൽ സന്തോഷ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ആദരിച്ച സർവവല്ലവനും വിസ്മയനീയനുമാം ദൈവമേ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറേക്കുമോ നിർമ്മലയാകും കന്യകമറിയം നിന്മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിബിയന്മാരും നീതി സൂര്യൻ തൻ മുന്നോടി പാസുരതാരം യോഹന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ശുചിയാക്കണമേ മലിനതയല്ല തിരുസോപ്പായ ഓർക്കരുതേൻ കർത്താവേ നീ ഞങ്ങളുടെ പീഡ
ശോകം തിങ്ങും ലോകനിവാസം വിട്ടോർക്കല്ല ശോഭനമാകും ശാശ്വത ഏകുകമോദം. യാചിക്കും പരിശുദ്ധന്മാരും നാദാ പുണ്യം നൽകിയും മരിച്ചോർക്കും. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദുരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ ലക്ഷിതരും വിശുദ്ധ മാമോദീസാടെ റൂസ്മയാൽ മുദ്രിതരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ആമേൻ. കർത്താവേ, കൃപാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.